മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ഒരു അപ്പാർട്ട്മെന്റിലാണ് 32 വയസ്സുള്ള ജ്യോത്സ്ന താമസിക്കുന്നത്. ജ്യോത്സ്ന പ്രീതി എന്നൊരു പെൺകുട്ടിയുമായി റൂം ഷെയർ ചെയ്താണ് അവിടെ താമസിക്കുന്നത്. എങ്കിലും രണ്ടുപേരും വേറെ വേറെ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ജ്യോത്സ്നയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 30 കിലോമീറ്റർ മാറിയുള്ള മറ്റൊരു പ്രദേശത്താണ് അവൾ ജനിച്ചത്. അവളുടെ അച്ഛൻ, 28 വയസ്സുള്ള സഹോദരൻ, ഇവർ രണ്ടുപേരുമാണ് അവിടെ താമസിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുൻപ് അമ്മ മരിച്ചുപോയി. അമരാവതി എന്ന റോഡിൽ പെട്രോൾ പമ്പിനടുത്തുള്ള ഒരു ഓട്ടോമൊബൈൽ ഷോറൂമിലാണ് ജ്യോത്സ്ന ജോലി നോക്കുന്നത്. എപ്പോഴും രാവിലെ 9 മണിക്ക് അവൾ ഓഫീസിൽ പോകും. വൈകുന്നേരം ഒരു 7-8 മണിക്കൊക്കെ വീട്ടിലെത്തും. കൂടാതെ എല്ലാ ദിവസവും അവൾ അച്ഛനെയും സഹോദരനെയും വിളിച്ച് സംസാരിക്കും. ലീവ് കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം വീട്ടിലേക്ക് പോവുകയും ചെയ്യും. 2024 ഓഗസ്റ്റ് മാസം 28-ാം തീയതി കഴിഞ്ഞ വർഷം എപ്പോഴത്തെയും പോലെ രാവിലെ ജോലിക്ക് പോകുന്നു. വൈകുന്നേരം ഒരു 8 മണിക്കൊക്കെ വീട്ടിൽ വന്നു. അങ്ങനെ പ്രീതിയും ജ്യോത്സ്നയും രാത്രി ഭക്ഷണം ഉണ്ടാക്കുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് റൂംമേറ്റിനോട് ജ്യോത്സ്ന പറഞ്ഞത്, എനിക്ക് ചെറിയൊരു ജോലിയുണ്ട്, ഞാൻ ഇപ്പോൾ പോയി വരാം എന്ന് പറഞ്ഞ് ഒരു 8-8:30 അവൾ വീട്ടിൽ നിന്നും ഇറങ്ങി. അവൾ ഒരു പക്ഷെ വരുമായിരിക്കും എന്ന് കരുതി പ്രീതി കാത്തിരുന്നു. അവൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാനായി. ഒരുപാട് സമയം കാത്തിരുന്നിട്ടും ജ്യോത്സ്നയെ കാണാനില്ല. കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ പ്രീതി ഭക്ഷണം കഴിച്ചു. കിടക്കാനായി തൻ്റെ മുറിയിലേക്ക് പോയി. അവൾ ഇപ്പോഴും വന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ജ്യോത്സ്നയുടെ നമ്പറിലേക്ക് വിളിച്ചു. പക്ഷെ റിങ് പോകുന്നുണ്ട്, അവൾ എടുക്കുന്നില്ല. ശരി, എന്തായാലും അവൾ വരും എന്ന് കരുതി പ്രീതി കിടന്നുറങ്ങുന്നു. എന്നാൽ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴും ജ്യോത്സ്ന വന്നില്ല. വീണ്ടും അവളുടെ നമ്പറിലേക്ക് വിളിച്ചു നോക്കി. റിങ് ആകുന്നുണ്ട്, പക്ഷെ കോൾ അറ്റൻഡ് ആകുന്നില്ല. അവൾ എവിടെ പോകുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല. പ്രീതിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. ഒരു പക്ഷേ ജ്യോത്സ്ന ഓഫീസിലേക്ക് നേരെ പോയിട്ടുണ്ടാകുമോ എന്ന് കരുതി പ്രീതി ആദ്യം തൻ്റെ ഓഫീസിലേക്ക് പോകുന്നതിന് പകരം ജ്യോത്സ്നയുടെ ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് ജ്യോത്സ്നയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോഴായിരുന്നു റിസപ്ഷനിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞത്, ജ്യോത്സ്ന ഇന്ന് വന്നില്ല. ഞങ്ങളും അവളുടെ നമ്പറിലേക്ക് ഫോൺ ചെയ്ത് നോക്കി, പക്ഷെ റിങ് ആകുന്നുണ്ട്, എടുക്കുന്നില്ല. അവളങ്ങനെ പ്രത്യേകിച്ച് ലീവും പറഞ്ഞിട്ടില്ല. ഇത് കേട്ടപ്പോൾ പ്രീതിക്ക് വല്ലാത്ത ഭയമായി. ഈ കാര്യങ്ങൾ അറിഞ്ഞ ജ്യോത്സ്നയുടെ വളരെ അടുത്ത സുഹൃത്തായ അനിത എന്ന പെൺകുട്ടി ഉടൻ തന്നെ ജ്യോത്സ്നയുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു, ജ്യോത്സ്ന വന്നിട്ടുണ്ടോ എന്ന്. അച്ഛൻ പറഞ്ഞത്, നിന്നെ കാണാനല്ലേ അവൾ വന്നത്. രാത്രി ഒരു 8:30 മണിക്കൊക്കെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു. നിന്നെ കാണാൻ വരുന്നതായാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നിന്നെ കാണാനും വന്നില്ലേ എന്ന് ചോദിച്ചു. ഇത് അനിതയ്ക്ക് പോലും വലിയ ഞെട്ടലിന് കാരണമായി. ഞാൻ അവളെ കണ്ട് ഒരുപാട് ദിവസമായല്ലോ, എന്നെ കാണാൻ അവൾ വന്നിട്ടില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ ഭയന്നുപോയ അച്ഛനും എന്ത് ചെയ്യണമെന്നറിയില്ല. സത്യത്തിൽ അന്ന് ജ്യോത്സ്ന എവിടെയാണ് പോയത്? എന്ത് സംഭവിച്ചു? എന്തുകൊണ്ട് ആര് വിളിച്ചാലും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അനിതയെ കാണാൻ പോകുന്നുവെന്ന് അച്ഛനോട് കള്ളം പറയണം? അങ്ങനെ ജ്യോത്സ്ന കള്ളം പറയാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ വർഷം മഹാരാഷ്ട്രയിൽ തന്നെ വളരെ ചർച്ചാവിഷയമായ വളരെ ക്രൂരമായ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. തീർച്ചയായും ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ചാനലിന് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, ടെലഗ്രാം പേജുകളൊക്കെ ഫോളോ ചെയ്യുക. അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കും. കൂടാതെ മറക്കാതെ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്കോ കമൻറ്റോ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കും അത്. ജ്യോത്സ്നയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും പല സ്ഥലങ്ങളിൽ അവളെ തിരഞ്ഞു. പക്ഷേ അവൾ എവിടെയും പോയിട്ടില്ല എന്ന വിവരമാണ് ലഭിച്ചത്. ഫോൺ വിളിച്ചാലും റിങ് ആകുന്നുണ്ട്, പക്ഷെ ആരും അറ്റൻഡ് ചെയ്യുന്നില്ല. എന്തായാലും മറ്റു മാർഗം ഇല്ല എന്ന് മനസ്സിലാക്കിയ ജ്യോത്സ്നയുടെ സഹോദരൻ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സഹോദരിയെ കാണാനില്ല എന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു. പോലീസ് ആദ്യം ചിന്തിച്ചത് അവളുടെ മൊബൈൽ ഫോൺ ഓൺ ആണ്. കൺട്രോൾ റൂമിലേക്ക് അയച്ച് പരിശോധിച്ചപ്പോൾ അത് ഹൈവേയിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അവളുടെ സുഹൃത്തുക്കളുടെ കൂടെയോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിൻ്റെ കൂടെയോ ട്രിപ്പിന് പോയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായി അവൾ യാത്ര ചെയ്യുന്നുണ്ടാകാം. ഒരു പക്ഷെ അവൾ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി. ഇനി തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ അറിയിക്കുക. എന്തായാലും ഇപ്പോൾ പോവുക എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാതെ സഹോദരനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞയച്ചു. പക്ഷേ അവൻ വീണ്ടും ആ നമ്പറിലേക്ക് ഫോൺ ചെയ്യുന്നു. പക്ഷേ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു ഘട്ടത്തിൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയി. ഉടൻ തന്നെ അതേ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്ന് ഏകദേശം 20 ദിവസം കഴിഞ്ഞ് സഹോദരി ഇപ്പോഴും വീട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് പോലീസ് അധികാരികൾ ഈ ഒരു കേസ് വളരെ സീരിയസ് ആയി എടുത്ത് അന്വേഷിക്കാൻ തുടങ്ങിയത്.
പോലീസിന് ഇപ്പോഴുള്ള സംശയം ജോസ്നയുടെ നമ്പർ ട്രാവലിലുള്ളതുപോലെയാണ് കാണിച്ചത്. ഒരുപക്ഷെ ഫോൺ അവളുടെ കയ്യിലല്ലാതെ മറ്റാരുടെയെങ്കിലും കയ്യിലാണെങ്കിലോ? അവർ ആ ഫോണുമായി യാത്ര ചെയ്താലും അത് ട്രാവലിലെന്ന് തന്നെയല്ലേ കാണിക്കുകയുള്ളൂ. അപ്പോൾ ആരോ ഈ ഒരു കേസിനെ മിസ്ലീഡ് ചെയ്യാനായി അറിഞ്ഞുകൊണ്ടിങ്ങനെ ചെയ്യുന്നതാണ് എന്ന് പോലീസ് ഗസ് ചെയ്യുന്നു. അങ്ങനെ കാണാതായ ജോസ്നയെ കുറിച്ച് മുഴുവനായും അവർ അന്വേഷിക്കാൻ തുടങ്ങി. അന്ന് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് അവൾ വീട് വിട്ട് പുറത്തേക്ക് പോയി, അവസാനമായി ജോസ്നയെ കണ്ട പ്രീതി, ഇങ്ങനെ എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. അങ്ങനെ അന്വേഷിച്ചതിൽ അറിയാൻ സാധിച്ചത് 2019 ജോത്സ്നയ്ക്ക് വിവാഹം കഴിഞ്ഞു. പക്ഷേ ആ ഒരു വിവാഹം അത്ര തൃപ്തികരമല്ലാത്തത് കൊണ്ട് കുറച്ചു ദിവസത്തിൽ തന്നെ വേർപിരിഞ്ഞു. പിന്നീടാണ് അവൾ ഓട്ടോമൊബൈൽ ഷോറൂമിൽ വന്ന് ജോലി ചെയ്തത്. കൂടാതെ ജോസ്നയ്ക്ക് അധികം വയസ്സൊന്നും ആയിട്ടില്ല, നന്നായി പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് മറ്റൊരു വിവാഹം ചെയ്യാൻ ഞാൻ അവളെ നിർബന്ധിച്ചു. സഹോദരനും വയസ്സായിക്കൊണ്ട് വരികയാണ്, അവനും ഒരു വിവാഹം കഴിക്കണം. അതുകൊണ്ട് എൻ്റെ മകളെ ഞാൻ മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു. അവളും രജിസ്റ്റർ ചെയ്തു. ഇങ്ങനെ നല്ല അലയൻസൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അവളെ കാണാതായത് എന്ന് അവളുടെ അച്ഛനും പറഞ്ഞു. അതേസമയം സംഭവം നടന്ന അന്നത്തെ ദിവസം ഓഗസ്റ്റ് മാസം 28-ാം തീയതി 8:30 മണിക്കൊക്കെ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അനിതയെ കണ്ടിട്ട് വരാമെന്നാണ് അവൾ പറഞ്ഞത്. ഞങ്ങളും അതിന് സമ്മതിച്ചു. പക്ഷെ അടുത്ത ദിവസം അനിത ഫോൺ ചെയ്തപ്പോഴാണ് ജോസ്ന അവളെ കാണാൻ പോയിട്ടില്ല എന്ന വിവരം പോലും ഞങ്ങൾ അറിയുന്നത്. ഇതായിരുന്നു അവളുടെ അച്ഛൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അടുത്ത് ജോസ്നയെ അവസാനമായി കണ്ട പ്രീതിയെ ചോദ്യം ചെയ്യുന്നു. പ്രീതി പറഞ്ഞത്, ഞങ്ങൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ജോസ്നയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. പെട്ടെന്ന് അവൾ പുറത്തേക്ക് പോയി. സംസാരിച്ച് ഒരല്പസമയം കഴിഞ്ഞ് അവൾ അകത്തേക്ക് വന്നു. എനിക്കൊരു ചെറിയ ജോലിയുണ്ട്, ഞാൻ പുറത്ത് പോയിട്ട് ഇപ്പോൾ വരാം എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ അവൾ പുറത്തേക്ക് പോയാൽ ഒരല്പസമയം കഴിഞ്ഞ് പുറത്തേക്ക് വരും. പക്ഷെ അന്ന് മൊത്തം അവൾ വന്നില്ല. ഫോൺ വിളിച്ചപ്പോഴും അറ്റൻഡും ചെയ്തില്ല. ഞാനും നോർമൽ കോൾ ചെയ്തു. സോഷ്യൽ മീഡിയയിലൂടെ, വാട്സപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ എല്ലാ തരത്തിലും അവളെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. ഇങ്ങനെ പ്രീതി തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്ത പോലീസ് ആ ഏരിയയിലുള്ള CCTV ഫുട്ടേജ് എടുത്ത് നോക്കിയപ്പോഴും യാതൊരു തെളിവുകളും ലഭിച്ചില്ല. ഇപ്പോൾ പോലീസിന് ലഭിച്ച ഒരേയൊരു തെളിവ് ജോസ്നയ്ക്ക് അന്നത്തെ ദിവസം ആ ഒരു 8:30 മണിക്ക് വന്ന ഫോൺ കോൾ, അതാര് വിളിച്ചിട്ടുണ്ടാകും. അങ്ങനെ അവളുടെ കോൾ റെക്കോർഡ്സ് എടുത്തപ്പോൾ 8:30 മണിക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നു. ആ ഒരു കോൾ കൈലേഷ് നഗർ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു വയസ്സായ വൃദ്ധയുടെ ഫോണിൽ നിന്നാണ് വന്നത്. പോലീസ് അവരെ ചോദ്യം ചെയ്തപ്പോൾ, എനിക്കൊന്നും അറിയില്ല, ഞാൻ ഫോൺ ചെയ്തില്ല. പക്ഷെ അന്ന് എൻ്റെ മകനായ അജയ് വാങ്കഡയായിരുന്നു എൻ്റെ ഫോൺ ഉപയോഗിച്ചത്. ഒരു പക്ഷെ അവനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്ന് ആ അമ്മ പോലീസുകാരോട് പറഞ്ഞു. ഉടനെ പോലീസ് അജയുടെ നമ്പർ വാങ്ങി കൺട്രോൾ റൂമിലേക്ക് കൊടുത്ത് ആ നമ്പർ പരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പോഴാണ് മനസ്സിലായത്, ആ നമ്പറിൽ നിന്നും ചില മാസങ്ങൾക്ക് മുൻപ് വരെയും ജോസ്നയ്ക്ക് കോളുകൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അജയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അവൻ ആർമിയിൽ ഒരു ഫാർമസിയിലായിരുന്നു ജോലി ചെയ്തത്. അവന് നാഗാലാൻഡിലാണ് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ചില ദിവസങ്ങളായി അവൻ അവിടെയാണ് ഡ്യൂട്ടിയിലായിരുന്നതും. എപ്പോഴെങ്കിലും ലീവ് ലഭിച്ചാൽ മാത്രമേ അവൻ നാട്ടിലേക്ക് വരികയുള്ളൂ. അടുത്തിടെ ജോസിനെ കാണാതായപ്പോൾ പോലും അവന് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന വിവരം അറിഞ്ഞു. അതേസമയം അവനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് മിലിറ്ററി ആശുപത്രിയിൽ അവൻ ചികിത്സയിലായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായി. പെട്ടെന്ന് തന്നെ ആർമിയെ കോൺടാക്ട് ചെയ്ത് അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവൻ അഡ്മിറ്റ് ആയിട്ടുള്ള മിലിറ്ററി ആശുപത്രിയിലേക്ക് പോയി അന്വേഷണം ആരംഭിച്ചു. ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അടുത്ത ഭാഗത്ത് ഈ അജയുടെ ഫോട്ടോ ജോസ്നയുടെ അച്ഛനെ കാണിച്ചു. ഇയാളെ അറിയാമോ എന്ന് ചോദിച്ചു. അതെ, എനിക്കറിയാം. ഒരു ദിവസം ജോസ്ന ഇയാളെ പരിചയപ്പെടുത്തി. അവന്റെ കണ്ണ് കണ്ടപ്പോൾ തന്നെ എന്തോ തെറ്റായി എനിക്ക് തോന്നി. അവനൊരു കുഴപ്പക്കാരനെന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ അപ്പോൾ തന്നെ ഇതൊന്നും വേണ്ട എന്നവളോട് പറഞ്ഞു. പിന്നീട് ജോസ്ന അവനോട് സംസാരിച്ചില്ല. ആ ഒരു ബന്ധം അതോടുകൂടി അവസാനിപ്പിച്ചു എന്നാണ് ഞാൻ കരുതിയത്. അവനോട് ജോസിനെ കുറിച്ച് ചോദിച്ചു. അതെ, അന്ന് ഒരു 8:30 മണിയോടെ ഞാൻ അവളെ എൻ്റെ അമ്മയുടെ നമ്പറിൽ നിന്ന് വിളിച്ചിരുന്നു. അവളും വന്നു. ഞങ്ങൾ ഒരു മുറിയെടുത്ത് ഭക്ഷണം കഴിക്കുകയും മദ്യം കുടിക്കുകയും ചെയ്തു. പിന്നീട് ഒരു 9:30 ഞാൻ എൻ്റെ വീട്ടിലും അവൾ അവളുടെ മുറിയിലേക്കും പോയി. ഇതായിരുന്നു അജയുടെ സ്റ്റേറ്റ്മെന്റ്. പക്ഷേ പോലീസുകാർക്ക് ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല. എങ്കിലും അവൻ പറയുന്ന ആ ഒരു 9:30 മണിക്ക് അവൻ്റെ മൊബൈൽ സിഗ്നൽ എങ്ങനെയായിരുന്നു, ജോസ്നയുടെ മൊബൈൽ സിഗ്നൽ എവിടെയായിരുന്നുവെന്ന് പരിശോധിച്ചു. അപ്പോഴും ഈ 10:30-11 മണിവരെയും ഈ രണ്ടുപേരുടെയും മൊബൈൽ സിഗ്നൽ ഒരേ ഏരിയയിലായിരുന്നു കാണിച്ചത്. അവർ മുറിയെടുത്തതായി പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നിന്ന് ഹൈവേ റൂട്ടിൽ കുറച്ചു ദൂരം ട്രാവൽ ആയിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ മിലിറ്ററി ഹോസ്പിറ്റലിൽ നിന്നും ഇവനെ ഡിസ്ചാർജ് ചെയ്യണം. ഞങ്ങൾക്ക് ഇവനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. അങ്ങനെ ആർമി അതിന് സമ്മതിച്ചു. പക്ഷെ അതിനുള്ളിൽ തന്നെ അവൻ ആ ആർമി ഹോസ്പിറ്റലിൽ നിന്നും രക്ഷപ്പെട്ടു. തുടർന്ന് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവൻ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അവൻ ഇതിനകം 2 തവണ വിവാഹം കഴിഞ്ഞു. ആ 2 തവണയും വിവാഹമോചനവും സംഭവിച്ചു. സ്ത്രീകളുടെ കാര്യത്തിൽ അവനത്ര നല്ലവനല്ല എന്നുള്ളതും പോലീസിന് മനസ്സിലായി. അങ്ങനെ ഇവനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അതേസമയം അവൻ കോടതിയിൽ ചെന്ന് ബെയിലിന് വേണ്ടി അപ്ലൈ ചെയ്തു. പക്ഷെ കോടതി അത് നിരസിച്ചു.
ഒരു പക്ഷേ ഇവൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു വേണ്ടി കോടതിയിൽ ചെന്ന് ബെയിൽ വാങ്ങണം, എന്തിന് ആശുപത്രിയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പോകണം? ഈ സംശയമായിരുന്നു പോലീസിന് അടുത്ത് വന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇവൻ തന്നെ ജോസിനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെ നീണ്ട ഒരു അന്വേഷണത്തിന് ശേഷം 2024 ഒക്ടോബർ മാസം 18-ാം തീയതി അവൾ കാണാതായി 2 മാസം കഴിഞ്ഞ് പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ആ ഏരിയയിൽ മാലിന്യം നിക്ഷേപിക്കുന്ന ഒരു വലിയ മാലിന്യ കൂമ്പാരത്തിനടുത്ത് അവളുടെ മൃതദേഹം ഞാൻ ഉപേക്ഷിച്ചു എന്നവൻ പറഞ്ഞു. അവൻ പറഞ്ഞ ആ സ്ഥലത്ത് പോലീസ് ചെന്ന് അന്വേഷിച്ചപ്പോൾ യാതൊരു തെളിവും പോലീസിന് ലഭിച്ചില്ല. മൊത്തത്തിൽ ഇവൻ എന്തോ കള്ളം പറയുന്നുവെന്ന് പോലീസിന് മനസ്സിലായി. ഇപ്പോൾ പോലീസിന് എങ്ങനെയെങ്കിലും സത്യം പുറത്തു കൊണ്ടുവരണം. ജോസ്ന മരിച്ചുവെന്നുണ്ടെങ്കിൽ അവളുടെ ഡെഡ് ബോഡി ലഭിക്കണം, മരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവൾ എവിടെയാണെന്ന് അറിയണം. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് ഒരു ട്രിക്ക് ഉപയോഗിച്ചു. അവനോട് പോലീസ് പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യം അവളുടെ ഡെഡ് ബോഡിയാണ്, നീ അത് എവിടെയാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ റിലീസ് ചെയ്യാം, നിനക്ക് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുകയും ചെയ്യാം, ഞാൻ തന്നെ നിനക്ക് ബെയിലും വാങ്ങിത്തരാം, ഈ കേസിൽ നിന്ന് നിന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ ഞാൻ ശ്രമിക്കാം എന്നവർ പറഞ്ഞു. അവസാനം ഒരു 3 ദിവസം കഴിഞ്ഞ് അവൻ സത്യം സമ്മതിച്ചു. ഒക്ടോബർ 21-ാം തീയതി ഹൈവേ റോഡ് വഴി പോയി അവിടെ നിന്നും കുറച്ചു ദൂരം മാറി ഒരു കാട് നിറഞ്ഞ പ്രദേശത്തേക്ക് പോലീസ് ഓഫീസറെ കൊണ്ടുപോയി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കുറെ മരക്കഷ്ണങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വച്ചിരുന്നു. അതെല്ലാം മാറ്റി നോക്കിയപ്പോൾ ഒരു സിമന്റ് തറയായിരുന്നു അവിടെ കണ്ടത്. ഈ ഒരു വലിയ കാടിന് നടുവിൽ ഇങ്ങനെ ഒരു സിമന്റ് തറ. പോലീസിന് അപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഉടൻ തന്നെ പോലീസ് ആളുകളെ വരുത്തി അത് പൊളിക്കാൻ തുടങ്ങി. അതിനുള്ളിൽ നിന്നും അഴുകിയ അവസ്ഥയിൽ വല്ലാത്ത ദുർഗന്ധത്തോടു കൂടി ജോസ്നയുടെ ഡെഡ് ബോഡി ലഭിച്ചു. ജോസ്ന അവസാനമായി ധരിച്ചിരുന്ന വസ്ത്രം ഉപയോഗിച്ച് അത് അവൾ തന്നെയാണെന്ന് പ്രീതിയും പറഞ്ഞു. ഡെഡ് ബോഡി ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാനും അയച്ചു. എന്തിനു വേണ്ടിയാണ് നീ അവളെ കൊന്നത്, എന്തിനാണ് നീ അവളെ കൊന്നു കുഴിച്ചിട്ടത് എന്ന് പോലീസ് അവനോട് ചോദിച്ചു. അപ്പോഴായിരുന്നു ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും അവൻ പറയാൻ തുടങ്ങിയത്. മാട്രിമോണി സൈറ്റിൽ ജോസ്ന രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഇവന്റെ പക്കൽ നിന്നും ഒരു ലെറ്റർ അവൾക്ക് വന്നു. ആ ലെറ്റർ അവളെ വല്ലാതെ ഇംപ്രസ് ചെയ്തു. അങ്ങനെ അവനെ കാണുന്നതിന് മുൻപ് തന്നെ അവൾക്ക് അവനെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ രണ്ടുപേരും നമ്പേഴ്സ് കൈമാറുകയും കോൾ ചെയ്യാനും മെസ്സേജ് ചെയ്യാനും തുടങ്ങി. പക്ഷെ അതുവരെയും ഇതൊരു ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയും ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അതുവരെ മാത്രമായിരുന്നു. എന്നാൽ നാഗാലാൻഡിൽ നിന്നും അവന് ഡ്യൂട്ടി അവസാനിച്ച് എപ്പോഴെങ്കിലും ഒരു ദിവസം ലീവ് കിട്ടും, അപ്പോഴാണ് നാഗ്പൂരിലേക്ക് വരിക. അങ്ങനെയാണ് അവൾ മരിക്കുന്നതിന് ഒരു 8 മാസങ്ങൾക്ക് മുൻപ് ജനുവരി 10, 2024 അവളെ കാണാനായി അവൻ വന്നു. ആ സമയം അവനെ കാണാൻ പോകുമ്പോഴും ഞാൻ അനിതയെ കാണാൻ പോകുന്നു എന്ന് കള്ളം പറഞ്ഞിട്ടാണ് അവൾ പോയത്. എന്നാൽ രണ്ടുപേരും പരസ്പരം കണ്ട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത്, നമ്മൾ ആരും കാണണ്ട, കണ്ടാൽ ശരിയാകില്ല, നമുക്കൊരു മുറിയെടുത്ത് അതിനകത്തിരുന്ന് സംസാരിക്കാമെന്ന്. അങ്ങനെ ഒരു മുറിയെടുത്ത് അതിനകത്ത് താമസിച്ചു. അവർ ഒരുപാട് ഭക്ഷണം കഴിക്കുകയും മദ്യം കുടിക്കുകയും ചെയ്തു. ആ സമയത്തും അവൾ കഴിച്ച ഭക്ഷണത്തിലും മദ്യത്തിലും ഉറക്ക ഗുളിക കലർത്തി. അവൾ നല്ല മയക്കത്തിൽ പോയതിനു ശേഷം അവൻ ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഓർമ്മ വന്ന് നോക്കുമ്പോഴാണ് തനിക്ക് എന്ത് സംഭവിച്ചുവെന്ന് അവൾക്ക് മനസ്സിലായത്. വല്ലാത്ത ദേഷ്യം അവൾക്ക് വരാൻ തുടങ്ങി. ഉടൻ തന്നെ അജയ് പറഞ്ഞത്, ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ച് വ്യാകുലപ്പെടണ്ട എന്ന് പറഞ്ഞു. ജോസ്നയും അത് വിശ്വസിച്ചു. ഉടനെ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അച്ഛനെ പരിചയപ്പെടുത്തി. മാട്രിമോണി സൈറ്റിൽ ഞാൻ ഇവനെ പരിചയപ്പെട്ടു, എനിക്കിവനെ ഇഷ്ടമാണ് എന്നൊക്കെ അച്ഛനോട് പറഞ്ഞു. പക്ഷേ അച്ഛന് അതത്ര നല്ലതായി തോന്നിയില്ല. അതുകൊണ്ട് ഇത് വേണ്ട എന്ന് മകളോട് പറഞ്ഞു. എങ്കിലും അവരുടെ ആ ഒരു ബന്ധം അവർ രഹസ്യമായി തന്നെ കൊണ്ടുപോയി. അജയെ സംബന്ധിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ അവൻ വളരെ വീക്കായതുകൊണ്ടും അതേസമയം തനിക്ക് ഇതിനകം 2 വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളും ജോസ്നയോട് പറഞ്ഞില്ല. എന്നാൽ അതേസമയം ജോസ്ന തനിക്ക് വിവാഹം കഴിഞ്ഞുവെന്നും വിവാഹമോചനം സംഭവിച്ചു എന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഘട്ടത്തിൽ അജയ് അവളോട് സംസാരിക്കുന്നതും മെസ്സേജ് ചെയ്യുന്നതും എല്ലാം പതിയെ അവസാനിപ്പിക്കാൻ തുടങ്ങി. ഇത് ജോസ്നയ്ക്ക് മനസ്സിലായി. അങ്ങനെ അവന് വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരുന്നു, വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. ജോസ്നയെ സംബന്ധിച്ച് അജയെ തന്നെ വിവാഹം കഴിക്കണമെന്നുള്ള വാശിയിലായിരുന്നു. അതുകൊണ്ട് മറ്റു മാർഗമില്ലാതെ ഫോൺ വിളിച്ചുകൊണ്ടേയിരുന്നു. അവനും അവോയ്ഡ് ചെയ്തുകൊണ്ടിരുന്നു. ഇതിനിടയിൽ അവന് ഡയബറ്റീസ് വരികയും ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സ എടുത്തുകൊണ്ടിരുന്നു. കൂടാതെ തന്റെ മൊബൈൽ നമ്പറും ഇടയ്ക്കിടയ്ക്ക് അവൻ മാറ്റിക്കൊണ്ടിരുന്നു. ഈ സമയത്താണ് അവൻ അറിയാവുന്ന മ്യൂച്വൽ ഫ്രണ്ട്സ് വഴി വീണ്ടും ജോസ്ന അജയെ കോൺടാക്ട് ചെയ്തു. ഈ സമയങ്ങളിൽ ജോസ്നയ്ക്ക് മനസ്സിലായി അവൻ തന്നെ പറ്റിക്കുകയാണെന്ന്. അതുകൊണ്ട് അവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അവന്റെ സീനിയർ ഓഫീസറോട് പറയുമെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. സോഷ്യൽ മീഡിയയിലും നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അജയ്ക്ക് ഭയമുണ്ടാകാൻ തുടങ്ങിയത്. ഇനിയും ഇവളെ ജീവനോടെ വിടുകയാണെങ്കിൽ തീർച്ചയായും തൻ്റെ ജീവിതത്തിന് പ്രശ്നമാണ്, എങ്ങനെയെങ്കിലും അവൾ അവസാനിപ്പിക്കണമെന്ന് ചിന്തിച്ചു. അങ്ങനെയാണ് ഓഗസ്റ്റ് മാസം 28-ാം തീയതി നാട്ടിൽ വന്നതിനു ശേഷം അമ്മയുടെ മൊബൈൽ നമ്പറിൽ നിന്നും അവൾക്ക് ഫോൺ ചെയ്തു. ജോസ്നയും അച്ഛനോട് അനിതയെ കാണാൻ പോകുന്നുവെന്ന് കള്ളം പറഞ്ഞിട്ട് പ്രീതിയോട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അജയ് കാണാനായി പോയി. പിന്നീട് ഇവർ രണ്ടുപേരും കാറിൽ യാത്ര ചെയ്തു. കുറച്ചു ദൂരം മാറി ഒരു മുറിയെടുത്ത് താമസിച്ചു.
ഭക്ഷണം കഴിച്ചു, മദ്യം കുടിച്ചു. എന്നാൽ ആ ഭക്ഷണത്തിലും അവൻ ഉറക്കഗുളിക കലർത്തി. അങ്ങനെ അവർ വീണ്ടും കാറിൽ കയറി യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്രയ്ക്കിടയ്ക്ക് അവളുടെ ബോധം നഷ്ടമായി. പിന്നീട് ആൾ സഞ്ചാരമില്ലാത്തൊരു സ്ഥലത്ത് കാർ നിർത്തി അവൻ കഴുത്ത് ഞെരിച്ച് അവളെ കൊന്നു. പിന്നീട് അവൻ ഇതിനകം കരുതി വെച്ചിരുന്ന സിമന്റും കല്ലും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു കാടിനുള്ളിലേക്ക് പോയി. അവിടെ കുഴിയെടുത്ത് അവളുടെ ശരീരം അതിനുള്ളിലാക്കി. സിമന്റും കല്ലും ഉപയോഗിച്ച് അതടച്ചു. ആർക്കും സംശയം വരാതിരിക്കാനായി ചില മരക്കട്ടകളെടുത്ത് അതിന് മുകളിലായി അടുക്കി വെച്ചു. പിന്നീട് ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ചെന്ന് അഡ്മിറ്റായി. എന്നാൽ അവിടെ ബില്ല് അധികമായതുകൊണ്ട് വീണ്ടും മിലിറ്ററി ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റായി. എന്തായാലും പോലീസ് തന്നെ അറസ്റ്റ് ചെയ്യും എന്ന് മനസ്സിലാക്കിയ സമയം അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. അവസാനം അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലായത്. ഇപ്പോഴും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്ത് ശിക്ഷ ലഭിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ഇങ്ങനെയുള്ള ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രധാനമായും ഈ മാട്രിമോണി സൈറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ വളരെ 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 ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായി. നമ്മൾ കാണുന്ന എല്ലാം ശരിയാകണമെന്നില്ല. നമ്മൾ പരിചയപ്പെടുന്ന എല്ലാവരും നല്ലവരാകണമെന്നുമില്ല. സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ഇവൻ നല്ലവനാണ്, നമ്മെ നന്നായി നോക്കും, വിവാഹം കഴിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അവരുമായി ഒരുപാട് അടുക്കും, ഒരുപക്ഷെ നേരിട്ട് കാണാം. ഈ ഒരു കേസിൽ സംഭവിച്ചതുപോലുള്ള സമാനമായ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചു എന്നിരിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാട്രിമോണി സൈറ്റുകളൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് ആദ്യമേ നിങ്ങളുടെ നമ്പർ തന്നെ കൊടുക്കാതിരിക്കുക. അല്ലെങ്കിൽ ആദ്യമേ കയറി നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ ഫോട്ടോയൊക്കെ ഒരുപാട് അയച്ചു കൊടുത്ത് നിങ്ങളുമായി ഒരുപാട് അടുക്കാനായി അവരെ അനുവദിക്കരുത്. നമുക്കിത് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളുടെ നമ്പർ കൊടുക്കുന്നതിന് പകരം നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ സഹോദരങ്ങളുടെയോ കുടുംബത്തിൽ ആരുടെയെങ്കിലും നമ്പർ കൊടുക്കാം. അല്ലെങ്കിൽ 2 കുടുംബങ്ങളെയും തമ്മിൽ സംസാരിക്കാൻ ആവശ്യപ്പെടാം. ഇതെല്ലാം ശരിയാണ്, നമ്മൾ നല്ല വഴിയിലൂടെയാണ് പോകുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായതിനു ശേഷം മാത്രം നിങ്ങളുടെ നമ്പർ കൊടുക്കുക, സംസാരിച്ച് നോക്കുക. നിങ്ങൾക്ക് അത് ശരിയാണ് എന്ന് 100% തോന്നുന്നുവെന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ബന്ധത്തിലോട്ട് പോവുക. ഇല്ലെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കുക. പരിചയപ്പെട്ട് 2 ദിവസത്തിൽ തന്നെ എനിക്ക് നിന്നെ കാണണം, നമുക്കൊരു മുറി എടുക്കാമോ, സംസാരിക്കാമോ എന്ന് പറയുന്ന ഒരുത്തനെ പോലും ദയവ് ചെയ്തും ആരും വിശ്വസിക്കരുത്. ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും നല്ല ചിന്തയായിരിക്കില്ല, നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കില്ല അങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർ ആരാണെങ്കിലും ദയവ് ചെയ്ത് എല്ലാം അറിഞ്ഞു മാത്രം ചെയ്യുക. അതുകൊണ്ടാണ് തുടക്കത്തിലേ പറഞ്ഞത്, നിങ്ങളും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒരുപക്ഷെ കടന്നു പോകേണ്ടതായി വരാം. നിങ്ങൾ ആരെങ്കിലും കടന്നു പോയിട്ടുമുണ്ടാകാം. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളവരിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുക. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഇനി ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമൻറ്റിൽ പറയുക. മറ്റുള്ളവരും അതറിയട്ടെ. എല്ലാവർക്കും അതൊരു അവബോധം സൃഷ്ടിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വീഡിയോസാണ് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.